എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ബി ജെ പിക്കാരും സംഘപരിവാർ ശക്തികളും മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ അന്തരീക്ഷം ചൂടായി വരെയാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ശ്രീകണ്ഠൻ MP ജയിച്ചത് 4,21,169 വോട്ട് നേടിയാണ് ജയിച്ചത് അദ്ദേഹം. ഇപ്പോൾ സംഘപരിവാറും BJPയും ഇവിടെ ഒരു മലം ചാനലുണ്ട്. BJPയുടെയും സംഘപരിവാറിന്റെയും ജിഹയാണ് ജനൻ TV ആണ് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മോഡി എവിടെ പോയി, മോഡി എവിടെ നിന്ന് വന്നു, പിന്നെ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്, ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത്, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്, ഇസ്രയേലിൽ എന്താണ് പ്രശ്നങ്ങൾ, ഇതൊക്കെ തീരുമാനിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ജനം TV ആണ്. അപ്പോൾ ജനം TV നമ്മൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ അവർ പറയുന്നത് 3,26,151 വോട്ട്, ഇരട്ട വോട്ട് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതാരാണ് ചെയ്തത്? അത് കോൺഗ്രസ്സുകാരാണ്. അപ്പോ ഇത് കോൺഗ്രസ്സുകാർ 3,26,151 ഇരട്ട വോട്ട്, കള്ള വോട്ട് അവിടെ ചെയ്യിച്ചിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ അങ്ങനെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോ നിർബന്ധമായിട്ടും ഇവിടെയുള്ള BJPയും ബാക്കി സംഘപരിവാറുകാരും മോഡിയോട് പറയണം, അല്ലെങ്കിൽ അമിത്ഷായോട് പറയണം, ശ്രീകണ്ഠൻ MPയെ അറസ്റ്റ് ചെയ്യണം. അവർ ചേർത്തിരിക്കുകയില്ല ഇങ്ങനെ ഇത്രയും വോട്ടുകൾ. അപ്പൊ ചേർത്തത് മിക്കവാറും BJPക്കാരും സംഘപരിവാറുകാരും തന്നെയാണ്. അപ്പൊ പറയുന്നതിന് ഈ 3,26,151 ഇരട്ട വോട്ടില് അവർക്ക് കോൺഗ്രസിന് പറയുന്ന കോൺഗ്രസ് അനുഭാവികളായ 4 പേർക്ക് പാലക്കാട് പിന്നെ ഇരട്ട വോട്ടുണ്ടായിരുന്നു. അതായത് 3,26,151 4 പേർക്ക് ഇരട്ട വോട്ടുണ്ടായിരുന്നു. അവർ കോൺഗ്രസ് അനുഭാവികളാണ്. ഇതാണ് അവരുടെ തെളിവ്. എന്തായാലും ശരി, നല്ലത് തന്നെയാണ്. അവിടെ കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 2,51,776 വോട്ടാണ്. അപ്പോ വിജയരാഘവൻ CPMന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 3,45,886 വോട്ടുമാണ് കിട്ടിയത്. അപ്പോ ജയിച്ച ശ്രീകണ്ഠൻ MPക്ക് 4,21,169 വോട്ട്. അപ്പോൾ ആ വ്യത്യാസത്തിലാണ് ഇവിടെ ഇത് ഇലക്ഷൻ നടന്നതും ജയിച്ചതും, ശ്രീകണ്ഠൻ ജയിച്ചതും. അപ്പോ ഇതിന് തെരഞ്ഞെടുപ്പിന് അസാധുവാക്കാം, എന്തെല്ലാം ചെയ്യാം. അപ്പോൾ കണ്ടുപിടിക്കണമെങ്കിൽ അമിത്ഷായും മോഡിയും വിചാരിച്ചാൽ നടക്കുമല്ലോ. പിന്നെ ബാക്കിയുള്ള ഇവിടെ കേരളത്തിലുള്ള CPMകാരെല്ലാം കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി കണ്ണടച്ചിരിക്കുകയല്ലേ. അപ്പോ എന്തായാലും ശരി, തെമ്മാടിത്തരവും അനാവശ്യവും ചെറ്റത്തരവും പറയുന്നതിന് ഒരു മര്യാദയുണ്ട്. ഇങ്ങനെയുള്ള ചാനലുകളെ നിരോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പും വിഭാഗീയതയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കാതെ അന്തസ്സായി അഭിമാനത്തോടു കൂടി ചാനൽ നടത്തണം. അല്ലാതെ തെമ്മാടിത്തരം പറയാനും തോക്കുമ്പോഴത്തേക്ക്, അതായത് സുരേഷ് ഗോപിക്കെതിരെ ആരോപണം വന്നു, മോഡിക്കെതിരെ ആരോപണം വന്നു. അവര് ചോറ്, ഹിന്ദിയിൽ ചോറ് എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണെന്ന്. അവർ BJPക്കാരെ കള്ളന്മാരാണ്, സംഘപരിവാറുകാർ കള്ളന്മാരാണ്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന RSSകാരനെ സംരക്ഷിക്കുന്ന, അവന്റെ പ്രതിമാനം ഉണ്ടാക്കി വെച്ച് അവന് പൂമാല ഇടുന്ന ആ സംഘപരിവാറുകാർ രാജ്യസ്നേഹികളാണോ? അപ്പൊ ഇങ്ങനെയുള്ള ചെറ്റത്തരത്തിന് കേരളത്തിലെ ജനങ്ങളെ കിട്ടൂല എന്ന് പറയാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.